Hi friends, welcome to Teacher G, the ideal classroom for Hindi. വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ കഥ പക്ഷി और दीमक. पक्षी और दीमक. मुक्तिबोध की कहानी पक्षी और दीमक दरअसल एक लंबी कहानी है जिसके भीतर पक्षी और दीमक की कहानी समाहित है. इस कहानी के नौजवान पक्षी स्वभाव से आलसी है. उसे अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. മുക്തിബോധിന്റെ പക്ഷിയും ചിതലും എന്നത് മുക്തിബോധിന്റെ ഒരു നീണ്ട കഥയാണ്. ഇതിൽ ഉൾപ്പെട്ട ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പക്ഷി और दीमक എന്ന പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചെറിയൊരു കഥ. ഈ കഥയിലെ യുവാവായ പക്ഷി ഒരു വളരെ അലസ സ്വഭാവക്കാരനാണ്. അവന് തന്റെ ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയുമില്ലാത്ത ഒരു പക്ഷിയുടെ യുവാവായ പക്ഷി, പ്രത്യേകം ശ്രദ്ധിക്കാം, എക് നൗജവാൻ പക്ഷി. നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവാവ്. ഈ ഒരു യുവാവായ പക്ഷിയുടെ കഥയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ കഥ എഴുതിയ കഥാകൃത്ത് ആരാന്ന് വെച്ചാല് ഗജാനൻ മാധവ് മുക്തിബോധ്. ആരാണ്? ഗജാനൻ മാധവ് മുക്തിബോധ്. മുക്തിബോധ് എന്ന പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ उनका पूरा नाम है गजानन माधव मुक्तिबोध. ओके. लेखक परिचय. गजानन माधव मुक्तिबोध. जन्म 13 नवंबर 1927, मृत्यु 11 सितंबर 1964. हिंदी साहित्य की स्वातंत्र्योत्तर प्रगतिशील काव्यधारा के शीर्षस्थ व्यक्तित्व, सर्वाधिक चर्चा के केंद्र में रहने वाले कहानीकार एवं समीक्षक, प्रमुख रचनाएं चांद का मूड टेढ़ा है, भूरी खाक धूल आदि कविता संग्रह और काट का सपना, विपात्र सतह से उठता आदमी उनके कहानी संग्रह है. नई कविता का आत्मसंघर्ष उनकी एक आलोचनात्मक कृति है. ഓക്കെ. ഗജാനൻ മാധവ് മുക്തിബോധിന്റെ ഒരു കഥയാണ് പക്ഷി और दीमक എന്നുള്ളത്. അപ്പോൾ ഗജാനൻ മാധവ് മുക്തിബോധ് 1927 നവംബർ 13 ജനിച്ചു. 1964 സെപ്റ്റംബർ 11 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതുപോലെ ഹിന്ദി സാഹിത്യത്തിൽ സ്വാതന്ത്ര്യാനന്തര ഹിന്ദി അത് പ്രഗതിശീൽ കാവ്യധാരയുടെ ഏറ്റവും മഹത്തരമായ ഒരു വ്യക്തിത്വമായിരുന്നു ആരുടേത്? മുക്തിബോധിൻ്റെത്. പിന്നെ അദ്ദേഹം കഹാനികാർ എന്ന നിലയിൽ മാത്രമല്ല, സമീക്ഷക്, നിരൂപകനാണ്, കവിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും സാഹിത്യത്തിന്റെ എല്ലാ രീതിയിലും കൈകടത്തിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രമുഖമായ കവിതാ സംഗ്രഹങ്ങളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. ചാന്ദ് കാ മൂഡ് ടെढ़ा है, ഭൂരി ഖാക് ധൂൽ, ഇവ രണ്ടും. പിന്നെ അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹങ്ങളാണ് കാട്ട് കാ സപ്ന, വിപാത്ര, സതഹ് സേ ഉഠ്താ ആദ്മി. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ആലോചനാത്മക കൃതിയെക്കുറിച്ചും പറയുന്നുണ്ട്. നെയ് കവിത കാ ആത്മസംഘർഷ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ആലോചനാത്മക കൃതിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് പക്ഷി और दीमक. കഥാകൃത്തിന്റെ പേര് ഗജാനൻ മാധവ് മുക്തിബോധ്. ആരാണ്? ഗജാനൻ മാധവ് മുക്തിബോധ്. ഓക്കെ. ഇത് പ്രോക്തി ഏതാന്ന് വെച്ചാൽ, അതായത് ഏത് സാഹിത്യ വിധയാന്ന് വെച്ചാൽ കഹാനി. പക്ഷി और दीमक, കഹാനി, ഗജാനൻ മാധവ് മുക്തിബോധ്. ഓക്കെ. ആ 3 കാര്യങ്ങളും മറക്കാതിരിക്കുക, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? तो आइए शुरू करें. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓരോ സ്ലൈഡായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാഠഭാഗത്തിന് കുറേ സ്ലൈഡാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ലൈഡും ഞാൻ വായിച്ച ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് മലയാളത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. ഇനി ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. एक था पक्षी, वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. उनकी निगाहें भी बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. ഈ കഥയിലെ കഥാനായകനായ പക്ഷിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കഥാകൃത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓ നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ. അത് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷിയായിരുന്നു. കൂടെ ആ പക്ഷിയുടെ കൂടെ അച്ഛനും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ ആകാശത്ത് നല്ല ഉയരത്തിൽ പറന്നു പോകുന്ന ഒരു പക്ഷി. ആ പക്ഷിയെക്കുറിച്ച് പിന്നെ താഴെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതായത് സാധാരണ എല്ലാ പക്ഷികളും വളരെ ഉയരത്തിൽ പറക്കുന്നവർ തന്നെയാണ്. എനിക്ക് നിഗാഹേം ബി, അതായത് അതിന്റെ ദൃഷ്ടി വളരെ ഷാർപ്പാണെന്നാണ് പറയുന്നത്. നല്ല ഷാർപ്പാണ്. അതായത്
എത്ര ഉയരത്തിൽ നിന്ന് നോക്കിയാലും അതിന് നന്നായി താഴെയുള്ള സാധനം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഉന്നെ ദൂർ ദൂർ കി ഭനക് ഓർ ദൂർ ദൂർ കി മെഹക് ബി മിൽ ജാത്തി. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ, വളരെ ദൂരത്തു നിന്നുള്ള ചെറിയ സൗണ്ട്, ഭനക് എന്ന് പറഞ്ഞാൽ മന്ദധ്വനി, ചെറിയ സൗണ്ട് പോലും ആർക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ പക്ഷിക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ദൂർ ദൂർ കി മെഹക്, മെഹക് എന്ന് പറഞ്ഞാൽ സുഗന്ധം, അതായത് ഗന്ധം, മണം പറയാം. ആ വളരെ ദൂരത്തു നിന്നുള്ള മണമായാലും അതിന് തിരിച്ചറിയാൻ സാധിക്കും. एक दिन वो नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए हैं. गाड़ी वाला चिल्ला चिल्ला कर कहता है, 2 दीमके लो, एक पंख दो, 2 दीमके लो, एक पंख दो. അങ്ങനെ ഒരു ദിവസം ഈ ആകാശത്തൂടി നമ്മുടെ യുവാവായ പക്ഷി, നൗജവാൻ പക്ഷി എന്ന് പറഞ്ഞാൽ യുവാവായ പക്ഷി, ആകാശത്തൂടെ അങ്ങ് പറന്ന് പോകുന്ന സമയത്തെ ജമീൻ പർ ചലത്തി ഹുയി, അതായത് താഴെ, അതായത് നമ്മുടെ സാധാരണ പോലെ ഭൂമിയിൽ, പുള്ളിക്കാരൻ ആകാശത്തല്ലേ, പക്ഷി എവിടെയുള്ളത് ആകാശത്തല്ലേ, ആകാശത്ത് നോക്കുമ്പോൾ താഴെ ഭൂമിയിൽ ഒരാൾ ചുമ്മാ നടന്നു പോകുന്നു. ഒരാളല്ല, എന്താന്ന്, ഈ ബൈൽ ഗാഡിക്കോ, എന്താ കണ്ടത്, ഒരു ബൈൽ ഗാഡി. നോക്കിയേ, ആ ബൈൽ ഗാഡിയിൽ എന്താ ഉള്ളത്, ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹേ. ബഡേ ബഡേ വലിയ, ബോര, ബോര എന്ന് പറഞ്ഞാൽ ചാക്ക്. അപ്പോൾ ഒരുപാട് കുറേ ചാക്കുകളുണ്ട്, ആ ചാക്കുകൾ മുഴുവൻ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കേത്താ ഹേ, 2 ദീംകെ ലോ, ഏക് പങ്ക് ദോ. അതായത് അപ്പോൾ ഗാഡി വാല വിളിച്ചു പറയുന്നുണ്ട്, എന്താ വിളിച്ചു പറയുന്നത്, ചില്ലാ ചില്ലാക്കർ കേത്താ ഹേ, എന്താ പറയുന്നത്, 2 ദീംകെ ലോ, ഏക് പങ്ക് ദോ. അതായത് 2 ചിതലിനെ എടുക്കൂ, ഒരു തൂവൽ തരും. ഒരു തൂവൽ തന്നാൽ 2 ചിതലിനെ തരാം, അതാണ് ഓഫർ. ഓക്കെ, എന്താണ്, 2 ദീംകെ ലോ, ഏക് പങ്ക് ദോ. ഇവിടെയാണ് നമ്മുടെ കഥയുടെ ട്വിസ്റ്റ് പറയുന്നത്. അതായത് കഥ ഇവിടെയാണ് മാറിപ്പോകുന്നത്. ആ യുവാവ് ആകാശത്ത് വളരെ പാറിപ്പറന്ന് നടന്നിരുന്ന യുവാവായ പക്ഷിയുടെ സ്വഭാവം മുഴുവൻ മാറുന്നത് ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ്. आगे देखें, उस नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. ആ പക്ഷിക്ക് ദീമക് എന്താ, ദീമക് ചിതലിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചിതലിനോട് എന്തിനാ ഇഷ്ടം എന്ന് പറഞ്ഞത്, ചിതൽ എന്ന ആഹാരം അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വൈസത്ത് ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോക്കോ, പഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷി എന്ന് തന്നെ അർത്ഥം. ചിടിയ എന്ന് പറഞ്ഞാലും പഞ്ചി, പക്ഷി. ഓക്കെ, അപ്പോൾ വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമഹി ബഹുത് സേ കീടേ തയ്യാറത്തെ ഹുയെ മിൽ ജാത്തെ, അതായത് ആകാശത്ത് തന്നെ എന്ത് കിട്ടും, പാറിപ്പറന്ന് നടക്കുന്ന ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ടാവും. അതൊക്കെ ആ ഇവിടെ കീട എന്ന് ഉദ്ദേശിക്കുന്ന പ്രാണികളൊക്കെ ആർക്ക് തിന്നാൻ പറ്റും, അതൊക്കെ പക്ഷികൾക്ക് തിന്നാനുള്ളതാണ്. അപ്പോൾ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണം ആ പറക്കുന്നതിനിടയിൽ തന്നെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ജിനെ ഖാക്കർ വേ അപ്നി ഭൂഖ് തോടി ബോത്ത് ശാന്ത് കർ ലേത്തെ, അതായത് അത് കഴിച്ചിട്ട് കുറച്ച് വിശപ്പൊക്കെ, ഏകദേശം വിശപ്പൊക്കെ ആർക്ക് അടക്കാൻ പറ്റും, ആ പക്ഷികൾക്ക് വിശപ്പടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. लेकिन दीम के सिर्फ जमीन पर मिलती थी, कभी कभी पेड़ों पर. जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह ना मिलते. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. അതായത് നമുക്ക് ഈ ദീമക് അഥവാ ചെതലിന് ആകാശത്തു നിന്നൊന്നും കിട്ടൂല. പിന്നെ എവിടെ കിട്ടല്, നിലത്ത് മാത്രമേ ഈ സാധനത്തിനെ കാണാൻ പറ്റൂ. അതായത് ഈ പ്രാണിയെ നമുക്ക് കാണാൻ പറ്റുന്നത് നിലത്താണ്. അപ്പോൾ കഭി കഭി പേടോം പർ, പിന്നെ എവിടെ കാണാൻ പറ്റും, ഈ മരങ്ങളുടെ തായ്തടി, അതായത് തണ്ടിലൂടെ, മണ്ണിൽ നിന്ന് നേരെ അതിൻ്റെ തണ്ടിലോട്ട് കയറി അതിൻ്റെ വളരെ ഊഞ്ചി ഡാൽ എന്ന് പറയുന്നത് വളരെ ഉയരമുള്ള കൊമ്പുകളിലേക്കൊക്കെ അതിൻ്റെ കൂടുണ്ടാക്കും. ആ കൂടിനെ എങ്ങനെയുള്ള കൂടാന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് അപ്ന മട്ടിയാല ലംബാഖർ, അതായത് ചെളി കൊണ്ട് അഥവാ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന വളരെ നീണ്ട ട്രെയിൻ പോലെയുള്ള വലിയൊരു വീടാണ് അവരുണ്ടാക്കുന്നത്. ലേക്കിൻ ഏസെ കുച്ച് ഹി പേട് ഹോത്തെ, പക്ഷെ അവർ എല്ലാ മരത്തിലും ഈ പറയുന്ന മണ്ണ് കൊണ്ടുള്ള വീടുണ്ടാക്കൂല. ഇവിടെ ഒരു മരത്തിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ദൂരം കഴിഞ്ഞിട്ട്
മാത്രമേ ചിലപ്പോൾ അടുത്ത മരത്തിൽ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, വേറെ എവിടെങ്ങായിരിക്കും അവർ കൂട് കെട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താന്ന് ഓർ വേ സബ് ഏക് ജഗ ന മിൽത്തെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് കിട്ടൂല. അത് നമ്മൾ എന്താ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നേ അല്ലേ, നമ്മളിപ്പോൾ പച്ചക്കറി കടയിൽ പോകണം, ഡ്രസ്സ് വാങ്ങിക്കണം, പിന്നെ എന്താ പറയുക, ബാക്കി ഫാൻസി ഐറ്റംസ് വാങ്ങിക്കണം, ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കണം, നീക്കാം മീൻ വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കണം. ഇതൊക്കെ കൂടി കിട്ടുന്ന സ്ഥലം സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് പോവുക? സൂപ്പർ മാർക്കറ്റ് പോവോ അല്ല ബാക്കിയുള്ള കടയിൽ ഈ ഓരോരോ കടയായിട്ട് ഇറങ്ങാൻ പോവോ? ഇല്ലല്ല, നമ്മൾ എവിടെ പോവാം? സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുക. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്നിടത്താണ് നമുക്ക് വളരെ ഈസിയായി തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടും വേണ്ട. അതേപോലെ തന്നെയാണ് നമ്മുടെ പക്ഷിയും ചിന്തിക്കുന്നത്. ഈ ഓരോ മരത്തിലും ചാടിക്കയറി തപ്പി നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ദീമക്ക് കിട്ടിയാലായി, ഇല്ലെങ്കില്ല അല്ലേ, കിട്ടുമെന്ന് വലിയ ഉറപ്പുമില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ദീമക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ദീമക്. तो नौजवान पक्षी को लगा ये बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നൗജവാൻ പക്ഷിക്ക്, നമ്മുടെ ഈ യുവാവായ പക്ഷിക്ക് തോന്നി ഇത് വളരെ നല്ല സൗകര്യമല്ലേ, ഒരു വ്യക്തി ഈ ദീമക്ക് അതായത് ചിതലിനൊക്കെ വലിയൊരു ചാക്കിൽ നിറച്ച് കൊണ്ടുവന്ന് മുന്നിലൂടെ വന്ന് വഴിയിലൂടെ വന്ന് വിൽക്കാൻ വരുന്നു. അവിടുന്ന് വിളിച്ചു ചോദിക്കുന്നത് ദീമക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ചിതലിനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ചിതലിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്തേക്ക് തന്നെ എന്ത് വരുന്നുണ്ട്? ചിതൽ വരുന്നുണ്ട്. ओके, वो अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. അതായത് വളരെ വളരെ ഉയരത്ത് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു ആരെ കണ്ടത്? താഴെ ബൈൽഗാഡിയെ കണ്ടതും ബൈൽഗാഡി വാല ചില്ലാക്കർ ക്യാ കഹത്തെ थे, എന്താ പറഞ്ഞത്? ദോ ദീംകേലോ ഏക് പങ്ക് ദോ, ഇങ്ങനെയുള്ള ഓഫറൊക്കെ കേട്ട് ആര് ആകാശത്ത് നിന്ന് പറന്നിറങ്ങി? നമ്മുടെ നൗജവാൻ പക്ഷി. ഓർ പേട് കി ഏക് ഡാൽ പർ ബൈഠ് ജാത്ത, ऊपर से आकर ആകാശത്ത് നിന്ന് വന്നിട്ട് എവിടെ ഇരുന്നു? മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഇരുന്നു. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वो बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ 2 दीमकें दबाकर वो पक्षी फुर से उड़ जाता है. അങ്ങനെ രണ്ട് പേരും തമ്മിലുള്ള, അതായത് നൗജവാൻ പക്ഷിയും ബയൽഗാഡി വാലയും തമ്മിലുള്ള കച്ചവടമൊക്കെ ഉറപ്പിച്ചു. എന്താ കച്ചവടം? ദോ ദീംകേലോ ഏക് പങ്ക് ദോ, അല്ലേ, 2 ദീമക്കിന് പകരമായിട്ട് ഒരു തൂവൽ തരണം. तो अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती, അല്ലേ. ഒന്നാലോചിച്ച് നോക്കി, അവനവൻ്റെ ദേഹത്തിലുള്ള തൂവൽ കൊത്തി വലിച്ചെടുക്കാന്ന് വെച്ചാൽ വേദനിക്കൂലേ? അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തക്ലീഫ്, ബുദ്ധിമുട്ട് അഥവാ പ്രശ്നങ്ങൾ തോന്നിയെങ്കിലും ലേക്കിൻ ഉസെ ഓ ബർദസ്ത് കർലേത്ത. ബർദസ്ത് കർണ പറഞ്ഞാൽ സഹിക്കുക, വേറെ വഴിയില്ല. കാരണം അവന് കിട്ടാൻ പോകുന്ന എന്താണ്? അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അപ്പോൾ പിന്നെ കുറച്ച് വേദന സഹിച്ചാൽ എന്തല്ലേ, ഒന്നുമില്ലെങ്കിൽ എന്തായാലും ആ തൂവൽ ഇടക്കിടക്കൊന്നും പൊഴിഞ്ഞു പോകും. ആ കൂട്ടത്തിൽ അത് ആ തൂവൽ പൊഴിയുന്നതിന് മുന്നേ തന്നെ ഒന്ന് കൊത്തിയെടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഗാഡിവാലക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗാഡിവാല 2 ദീമക്കിനെ തരും. അപ്പോൾ തൻ്റെ വയറ് നിറയും ചെയ്യും. मुंह में बड़े स्वाद के साथ 2 दीमकें दबाकर वो पक्षी फुर से उड़ जाता है. അങ്ങനെ വായിൽ വളരെ വളരെ സ്വാദിഷ്ടമായ ഫേവറേറ്റ് ഫുഡാണ് കൈ കിട്ടിയിരിക്കുന്നത്, 2 ദീമക്ക്. അത് വായിൽ കൊക്കിൽ അമർത്തി വെച്ചിട്ട് പക്ഷി ഫുർസെ ഉഡ്ജാത്ത. ഫുർസെ ഉഡ്നാണ് ഒറ്റ പറക്കൽ ആകാശത്തേക്ക്. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. ഇപ്പോഴാണെങ്കിൽ പിന്നെ ദിവസം കൊടുത്തത് ശീലമായി. അപ്പോൾ ഇപ്പോൾ ആ പക്ഷിക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം അതിന് വലിയ വേദനയും തോന്നുന്നില്ല. കാരണം 2 ദീമക്ക് വാങ്ങിക്കുക, ഒരു എന്ന് പറഞ്ഞാൽ പങ്ക്, അതൊക്കെ പറഞ്ഞില്ലേ, അതെന്താ സംഭവം? തൂവൽ, ഒരു തൂവലെടുത്തിട്ട് അതിന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചെറിയ പ്രശ്നം, വളരെ ഈസി ആയി തോന്നി. കാരണം ഇതിപ്പോൾ ഡെയിലി ഇതെന്നെ പണി. वो रोज़ तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും 3-ാം യാമത്തിൽ, അതായത് 3-ാം യാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം 24 മണിക്കൂർ, 24 മണിക്കൂറിന് 8 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 8 പഹറാണ് അതിൽ 3-ാം യാമം. ഏകദേശം ഉച്ചയുടെ സമയത്ത്
नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. എന്ത് ചെയ്യുന്നു? गाड़ी वाला വരുന്നു. നമ്മുടെ नौजवान पक्षी अपने चोंच से एक पर को खींचकर किसको देता है? പറടൂ, ആർക്കാ കൊടുക്കുന്നത് നമ്മള്? गाड़ी वाले को देता है और उनसे 2 दीमकें खरीद लेता. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൂവൽ കൊടുത്തിട്ട് 2 ദീമക്കിനെയും വാങ്ങിച്ചിട്ട് ഫുർസെ उड़ जाता है. ഒറ്റ പാറി അങ്ങ് പോകും. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. അതായത് ഒത്തിരി നാൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ദിവസം ഇതേപോലെ പോയി. അതായത് ഒരു തൂവൽ കൊടുക്കുന്നു ഗാഡിവാലയ്ക്ക്, ഗാഡിവാല 2 ദീമക്കിനെ കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആരിത് കണ്ടു? ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഇതൊക്കെ വീട്ടിലറിയാതെയാണ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിലറിയാതെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ദിവസം കള്ളം പിടിക്കുമല്ലോ അല്ലെ? അങ്ങനെ ഈ ചെയ്ത കള്ളത്തരം ആര് പിടിച്ചു? അച്ഛൻ പിടിച്ചു. അച്ഛൻ പക്ഷി. അതായത് उसके पिता ने देख लिया, उसने समझाने की कोशिश की कि ये दीमक के हमारा स्वाभाविक आहार नहीं है. ഇത് നമ്മുടെ നാച്ചുറൽ ഫുഡ് അഥവാ സ്വാഭാവികമായ ആഹാരമല്ല. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ എന്താവും? നമ്മുടെ ശരീരത്തിന് നല്ല പുഷ്ടിയാവും. അല്ലാതെ നമുക്ക് വയറിനും ശരീരത്തിനും പിടിക്കാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനെയും ശരീരത്തിനെയും എന്ത് ചെയ്യും? കേടാക്കും. നമുക്കറിയാവുന്നതല്ലേ, ഫാസ്റ്റ് ഫുഡൊക്കെ ധാരാളമായി കഴിക്കുന്തോറും നിങ്ങളുടെ ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, ശരീരം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം അതേപോലെ ഈ ദീമക്കിനെ കൂടുതൽ കഴിച്ചതുകൊണ്ട് നമ്മുടെ പക്ഷിക്കും വല്ല അസുഖവും, അതായത് പക്ഷിയുടെ ശരീരത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ സബ് കുച്ച് തോ ടീക്ക് ഹെ, ഓക്കെ നിനക്കത് ഇഷ്ടമാണ്, നീ കഴിച്ചോ. ഓർ ഉൻകെ ലിയെ അപ്നെ പങ്ക് തോ ഹർഗിസ് നഹീ ദിയേ ജാ സക്തേ. പക്ഷെ അതിനുവേണ്ടി തൻ്റെ തൂവൽ ഒരിക്കലും ഒരു പക്ഷി കൊടുക്കാൻ പാടില്ല. ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പക്ഷി തൻ്റെ തൂവൽ കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ആ തൂവലുള്ളത് കൊണ്ട് മാത്രമാണ് ആർക്ക് പറക്കാൻ പറ്റുന്നത്? പക്ഷിക്ക് പറക്കാൻ പറ്റുന്നത്. തൂവലില്ലെങ്കിൽ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. ഓക്കെ. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे ज़मीन पर उतरकर दीमकें खाने की चट लग गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. പക്ഷേ നമ്മുടെ നൗജവാൻ പക്ഷിക്ക് ഭയങ്കര, അതായത് അച്ഛൻ പറഞ്ഞ ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ബഡഹി ഗർവ്സെ, ഭയങ്കര അഹങ്കാരത്തോടെ, അത് ധിക്കാരത്തോടു കൂടി മുഖം തിരിച്ചങ്ങ് ഇരുന്നു. കാരണം അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഉസെ ജമീൻ पर ഉത്തർക്കർ ദീംകെ ഖാനേക്ക് ചട്ട് ലഗ് ഗയി थी. അവനിപ്പോൾ എന്താന്ന്, അതായത് നിലത്തിറങ്ങി, അഥവാ ഗാഡിവാല വന്നിട്ടില്ലെങ്കിൽ നിലത്തിറങ്ങി ദീമക്ക് ആകെ ഇപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് എന്താ ഉള്ളത്? ദീമക്ക് മാത്രമേ ഉള്ളൂ. ദീമക്ക് കഴിക്കാനുള്ള ആ ഒരു കൊതി കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ സെ ന തോ ദൂസരെ കീടേ അച്ഛേ ലഗ്തേ, ന ഫൽ, ന അനാജ് കെ ദാനെ. അതായത് ഇപ്പോൾ മറ്റു പ്രാണികളെയോ കീടങ്ങളെയോ അല്ലാതെ പഴങ്ങളോ ധാന്യവർഗ്ഗങ്ങളോ ഒന്നും ഇഷ്ടമല്ല. പിന്നെന്താ ഇഷ്ടം? ആകെ ദീംകോങ്ക ഷോക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ദീംകോങ്ക ഷോക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ ഥ. അതായത് അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതായത് ഇനി ദീമക് അല്ലാതെ മറ്റൊരു ഫുഡും വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നൗജവാൻ പക്ഷി, അവന് അതിനോട് മാത്രമായിരുന്നു താല്പര്യം, ആ ഒരു ഫുഡിനോട് മാത്രമായിരുന്നു കൂടുതൽ താല്പര്യം. ലേക്കിൻ ऐसा कितने दिनों तक चलता? उसके पंखों की संख्या लगातार घटती चली गई. अब वो ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वो बहुत पिछड़ जाता. അങ്ങനെ കുറച്ച് നാൾ ഇതുപോലെ അങ്ങ് കടന്നുപോയി. ഉസ്കെ പങ്കോं की संख्या लगातार घटती चली गई. പക്ഷേ
ഈ ദീമക്ക് തിന്നുന്നതിനോടൊപ്പം തന്നെ എന്തിൻ്റെ എണ്ണം കുറയുന്നുണ്ട്? ഈ നൗജവാൻ പക്ഷിയുടെ ചിറകിലെ തൂവലിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. अब वो ऊंचाइयों पर अपना संतुलन साध नहीं सकता था. അതായത് ന ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാര ദേ സക്തേ थे. അതായത് ചിറകിൽ നല്ലോണം തൂവൽ, അതായത് അതിന് വേണ്ടത്രോളം തൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ, അതിന് ബാലൻസ് കിട്ടൂ. എവിടെ? ആകാശത്തിൽ പറക്കാനുള്ള ബാലൻസ് കിട്ടൂ. ഇപ്പം വളരെ ഉയരത്തിൽ ആ പക്ഷിക്ക് പറക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ശരീരത്തിലെ തൂവലിൻ്റെ എണ്ണം കുറയും തോറും അതിൻ്റെ ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. അതായത് ഈ ആകാശയാത്രയിൽ, അതായത് ആകാശത്ത് പറക്കുന്ന ടൈമിൽ അതിനെന്ത് പറ്റുമായിരുന്നു? ഒത്തിരി ഉയരത്തിൽ പറക്കാൻ പറ്റൂല. ഉയരത്തിൽ പറക്കുന്നതിന് മുൻപേ തന്നെ അത് ക്ഷീണിച്ചു പോവുകയും പിന്നെ വേഗം അതായത് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നു. അതായത് ബോഡി ബാലൻസ് കിട്ടുന്നില്ല, കാരണം തൂവലിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ജൽദി പഹാടി ചട്ടാനം, ഏതെങ്കിലും പാറകൾ കണ്ടാൽ വേഗം അതിൻ്റെ മുകളിൽ പോയി ഇരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ, നല്ല ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിൽ പോയി അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഗുംബദ് ഓർ ബുർജോംപർ, ഏതെങ്കിലും പള്ളിയുടെ മീനാരങ്ങളില്ലേ, അല്ലെങ്കിൽ വലിയ ടവർ കണ്ടാൽ അവിടെ എവിടെയാണ് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം കാണുന്നത്. അതായത് ആകാശത്തിൽ ഉയരത്തിലോട്ട് പോകാനുള്ള അവസ്ഥയിലല്ല ആ പക്ഷിയുള്ളത്. അപ്പോൾ വേഗം തന്നെ ഇതുപോലുള്ള ഏതെങ്കിലും, അതായത് എന്തൊക്കെയാ പറഞ്ഞാൽ, പഹാടി ചട്ടാനോ, പേടോങ്കി ചോട്ടിയോ, ഗുംബദോ ഓർ ബുർജോ പർ ഹാഫ്തേ ഹുയെ, കിതച്ചുകൊണ്ട് ബാഡ് ജാന പടുത്തായ. കാരണം എന്തുകൊണ്ടാണ് കിതപ്പ് വരുന്നത്? ക്ഷീണമാണ്. ക്ഷീണം എന്ന് പറഞ്ഞാൽ അതിന് പറക്കാൻ പറ്റുന്നില്ല. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോं पर तैरते हुए ആകെ ബഡ്ജാത്ത. പക്ഷെ അവരുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലി, പരിവാർ വാലെ, കുടുംബാംഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള പക്ഷിക്കൂട്ടങ്ങളൊക്കെ നല്ല ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്ന് പോവുകയാണ് മുന്നോട്ട്. വോ ബഹുത് പിച്ചഡ് ജാതായി, ഇത് വളരെ പിറകിലായിപ്പോയി, കാരണം ഇതിന് പറക്കാൻ പറ്റുന്നില്ല. ഫിർ ഭി ദീമക് ഖാനെ കാ ഉസ്കാ ഷോക്ക് കം നഹി ഹുവ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദീമക്ക് കഴിക്കാനുള്ള, അതായത് ഈ ചിതലിനെ കഴിക്കാനുള്ള അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അതിൻ്റെ ഒരു താല്പര്യം, അതിൽ മാത്രം ഒരു കുറവും വന്നിട്ടില്ല. दीमकों के लिए गाड़ी वाले को वो अपने पंख तोड़ कर देता रहा. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वो मूर्खों का काम है. उसकी हालत यह थी कि अब वो आसमान में उड़ ही नहीं सकता था. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी ये शक्ति भी कम होती गई और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. लेकिन दीमक खाने का शौक नहीं छूटा. ദീമകോं के लिए गाड़ी वाले को वो अपने पंख तोड़ कर देता रहा. അതായത് ഈ ദീമക്കിന് വേണ്ടി, അതായത് ദീമക്ക് കിട്ടാൻ വേണ്ടി, തിന്നാൻ വേണ്ടിയിട്ട് ഗാഡി വാലയ്ക്ക് അതിൻ്റെ തൂവൽ പറിച്ചു കൊടുക്കുന്നതിന് മാത്രം ഒരു വിഷമം വന്നില്ല. ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് തൂവൽ പറിച്ചു കൊടുക്കുന്നു, ദീമക്ക് വാങ്ങിക്കുന്നു, കഴിക്കുന്നു. ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹൈ. പിന്നെ അവൻ വിചാരിക്കാൻ തുടങ്ങി, എന്തിനാ ഈ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നത്? ഇസ് ഫിസൂൽ, നിരർത്ഥകമാണ്, വ്യർത്ഥമാണ്, വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ ആകാശത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓ മൂർഖോക്ക കാമേ, ഇതൊക്കെ വിഡ്ഢികളുടെ വേലയാണ്, അല്ലെങ്കിൽ വിഡ്ഢികൾ ചെയ്യുന്ന പണിയാണ് ഈ ആകാശത്തൊക്കെ പറക്കല്. ഉസ്കി ഹാലത്ത് ഏ थी कि अब वो आसमान में उड़ ही नहीं सकता था. ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ അതിന് ആകാശത്ത് പറക്കാനുള്ള അവസ്ഥയേ അല്ല ഇപ്പം. മുമ്പെങ്കിൽ കുറച്ചെങ്കിലും പറക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിലും വളരെ കുറഞ്ഞൊരവസ്ഥ, അതായത് ആകാശത്ത് പോയിട്ട് ഭൂമിയിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഉള്ളത്. അതായത് പറഞ്ഞ് वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. അതായത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാൻ പോലും പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. ധീരെ ധീരെ ഉസ്കി ശക്തി ഭി കം ഹോത്തി ഗയി. പിന്നെ ആ ഒരു ശക്തിയും അതിൻ്റെ കുറഞ്ഞു. അതായത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, അതിലും കുറഞ്ഞിപ്പോൾ എന്തായി? और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. ശ്രദ്ധിക്കുക, ചൽക്കർ ഫുദക്കർ പഹുഞ്ച, ഇങ്ങനെ നടന്നു പോകുന്നൊരവസ്ഥ, ചാടി പോകുന്നൊരവസ്ഥ. ഫുദക്ക് എന്ന് പറഞ്ഞാൽ ചാടിപ്പോവുക, അതായത് തുള്ളി പോവുക, ജമ്പ് ചെയ്ത് പോവുക. അതായത് ആ ഒരു അവസ്ഥയിൽ ആരെത്തി? നമ്മുടെ
ബേഡ് നമ്മുടെ ഈ നൗജവാൻ പക്ഷി എത്തി. ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷി എന്നൊരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ കഥ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ആ പക്ഷിക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കൂടി പറക്കാൻ പറ്റുന്നില്ല. പോട്ടെ, ഒരു മരത്തിലെ ചില്ലയിൽ നിന്ന് അതേ മരത്തിന്റെ മറ്റേ ചില്ലയിലേക്ക് കൂടി പറന്നു പോകാൻ പറ്റുന്നില്ല. ജസ്റ്റ് നടന്നു പോകാൻ മാത്രം പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആരെത്തി? നമ്മുടെ നൗജവാൻ പക്ഷി എത്തി. ലേക്കിൻ ദീമക് ഖാനെ കാ ഷോക്ക് നഹീ ചൂട്ടാ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഈ ദീമക് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അതിൽ ഒരു കുറവും വന്നില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ഭുത്ത ദേ ജാത്ത वो कहीं नजर में न आता. പക്ഷി ഉസ്കെ ഇന്റസാർ മേ ഖുൽത്താ രഹത്ത. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കും എവിടെയെങ്കിലും, അതായത് ഗാഡിവാലയുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ നൗജവാൻ പക്ഷി എത്തി നോക്കും എല്ലാ ഭാഗത്തേക്കും. കാരണം ആകാശത്ത് പറന്ന് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. എവിടെയെങ്കിലും പറന്ന് നോക്കുമ്പോൾ ഈ ഗാഡിവാലയെ കാണാൻ പറ്റും, അതായത് നമ്മുടെ ഈ കാളവണ്ടിക്കാരനെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ആ ഒരു അല്ലല്ലോ ഇല്ലത്. ഈ താഴെ നിന്നിട്ട് തന്നെയല്ലേ തപ്പി നോക്കണ്ടേ? ഇപ്പം ഭൂമിയിൽ തന്നെയാണ്, അതായത് നിലത്ത് തന്നെയാണ് ആരുള്ളത്? നമ്മുടെ നൗജവാൻ പക്ഷി ഉള്ളത്. അതും പിന്നെ ചാടി ഒത്തിരി ദൂരം പോകാനുള്ള ഒരവസ്ഥയിലുമല്ല. പക്ഷി ഉസ്കെ ഇന്റസാർമേ ഖുൽത്താരെത്താം. പക്ഷെ എന്ത് ചെയ്യും? അതിനെ അതായത് ഈ ഗാഡിവാലയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആകെ ക്ഷീണിച്ച അവശനായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആര് മാറി? നമ്മുടെ നൗജവാൻ പക്ഷി മാറി. അതായത് എങ്ങനെ ഉണ്ടായിരുന്ന പക്ഷിയായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു അവസ്ഥ എന്ന് ഒന്ന് ആലോചിക്കുക അല്ലേ? ഒന്ന് മനസ്സിലാക്കിയാൽ മതി. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमक ढूंढूंगा. इसलिए वो पेड़ पर से उतरकर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. वो खूब मेहनत से जमीन में से दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गए. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ, ദീമക് ഖാനേക്ക ഷോക്ക് ഉസെ കം നഹി ഹുവ അല്ലെ? ദീമക് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് മാത്രം അതിന് കുറഞ്ഞില്ല. അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ കണ്ടീഷനാണ്. അത് വളരെ പുവർ കണ്ടീഷൻ എന്ന് പറയാം. കാരണം ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറി. കാരണം അതിന് ഒരു പക്ഷി എന്ന പേരിൽ അറിയപ്പെടാനുള്ള, പക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി ആകാശത്ത് പറക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിന്റെ ശരിക്കും അറ്റ്ലീസ്റ്റ് തൂവലെങ്കിലും വേണം. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ആരുള്ളത്? നമ്മുടെ നൗജവാൻ പക്ഷി ഉള്ളത്. അപ്പോൾ ഉസ്നെ സോച്ചാ कि मैं खुद दीमक ढूंढूंगा. എന്താ ഇനി തൂവൽ കൊടുത്തിട്ട് വാങ്ങിക്കണം എന്നില്ലല്ലോ. ഈ ദീമക് എന്ന് പറയുന്നത് എവിടെ കിട്ടുന്നതാണ്? ഭൂമി കിട്ടുന്നതാണ്. ആകാശത്ത് പറന്നാൽ കിട്ടുന്നതല്ല. ഭൂമിയിൽ എവിടെയെങ്കിലും, അതായത് നേരത്തെ പറഞ്ഞു മരത്തിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ मैं खुद दीमक ढूंढूंगा, ഞാൻ തന്നെ അന്വേഷിച്ചു പോവാ. इसलिए वो पेड़ पर से उतरकर जमीन पर आ गया. ആകെ ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കാനുള്ള അവസ്ഥയിൽ അതുള്ളൂ ഇപ്പം. അപ്പോൾ മരത്തുനിന്ന് നിലത്തേക്ക് പതുക്കെ ഇറങ്ങി. और घास के एक लहराते गुच्छे में सिमट कर बैठ गया. എന്നിട്ട് ഒരു പുൽച്ചെടി, അതായത് പുല്ലിങ്ങനെ നല്ല നന്നായി ഇളം കാറ്റ് വീശുമ്പോൾ പുൽക്കൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു കൂട്ടത്തിനിടയിൽ പതുങ്ങി ആരിരുന്നു? സിമട്കർ ബാറ്റ് ഗയ. അതായത് അതിൻ്റെ അടുത്ത്, കാരണം കാറ്റൊന്നും കൊള്ളാൻ ശക്തി ആർക്കില്ല? നമ്മുടെ നൗജവാൻ പക്ഷിക്കില്ല. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. പക്ഷെ ഒരു ദിവസം പക്ഷിനെ എന്താണ് അവിടെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല. ഒരു ദിവസം പക്ഷിക്ക് തോന്നുകയാണ്, അതായത് പക്ഷിയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വന്നു. खूब मेहनत से जमीन में से दीम के चुन चुन कर खाने के बजाय, ശ്രദ്ധിക്കാം, खाने के बजाय उन्हें इकट्ठा करने लगा. അത് ഇത്രയും ദിവസം അത് ദീമക് അഥവാ നമ്മുടെ ചിതലിനെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് കൊത്തി കൊണ്ടുവന്നത്. അതായത് ഈ മണ്ണിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് മണ്ണിലൊക്കെ നടന്നത്. പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ട് ഈ മണ്ണിൽ നിന്നൊക്കെ, അതായത് ഈ നിലത്തുള്ള അല്ലെങ്കിൽ മരത്തടിയിലൊക്കെ കഷ്ടപ്പെട്ട് ഓരോ ദീമക്കിനെയും എടുത്തിട്ട്, അതായത് ചുൻകർ ഓരോന്നിനെ എടുത്തിട്ട് ഖാനേക്കെ ബജായ്, ശ്രദ്ധിക്കുക, ഖാനേക്കെ ബജായ്, കഴിക്കാനല്ല എടുത്തത്, കഴിക്കുന്നതിന് പകരം ഉന്നെ ഇക്കട്ടാ കർണേലക, ഇക്കട്ടാ കർണ, കളക്ട് ചെയ്യുക, ശേഖരിക്കാൻ തുടങ്ങി. अब उसके पास दीमकों के ढेर हो गए. ഇപ്പം എന്തായി? ढेर എന്ന് പറഞ്ഞാൽ കൂമ്പാരം പോലെ, ഒരു ഹീപ്പ്, അതായത് കൂമ്പാരം പോലെ നിറയെ എന്തായി? നിറയെ ദീമക്കായി. फिर एक दिन एकाएक वो गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाले, ओ गाड़ी वाले, मैं कब से तुम्हारा इंतजार कर रहा था.
पहचानी आवाज सुनकर गाड़ी वाला रुक गया। तब पक्षी ने कहा, देखो मैंने कितनी सारी दीमकें जमा कर ली है. അതായത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരുപാട് എന്തുണ്ടാക്കി വെച്ചു, നമ്മുടെ ദീമക്കിനൊക്കെ കൂട്ടം കൂട്ടമായി കൂട്ടി വെച്ച് ഒരു വലിയൊരു കൂമ്പാരം പോലെ എന്തുണ്ടാക്കി വെച്ചു, ദീമക്കിനെ കളക്ട് ചെയ്ത് വെച്ചു, അതിനെ തിന്നിട്ടാട്ടോ. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം കൂട്ടി വെച്ച് ഒരു കൂന പോലെ കൂട്ടി വെച്ച സമയത്ത് ഒരു ദിവസം ഗാഡി വാലയെ കണ്ടു. പക്ഷിക്ക് ബഡി ഖുഷി ഹുയി, ഭയങ്കര ഹാപ്പിയായി പക്ഷി അല്ലേ. ഉസ്നെ പുക്കാർക്കർ കഹ, അദ്ദേഹത്തെ വിളിക്കുകയാണ്, ഗാഡി വാലേ, ഓ ഗാഡി വാലേ, അതായത് വണ്ടിക്കാരാ, അത് കാളവണ്ടിക്കാരാ. മേ കബ്സേ തുമാര ഇന്തസാർ കർ റഹാ ഥാ, ഞാൻ എത്ര നാളായി നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പഹചാനി ആവാസ് സുൻകർ ഗാഡി വാല റുക് ഗയ. അതായത് പഹചാനി ആവാസ്, അതായത് നല്ല പരിചയമുള്ള സൗണ്ട് കേട്ടിട്ട് ഗാഡി വാല സ്റ്റോപ്പ് ചെയ്തു. തബ് പക്ഷീനെ കഹാ, ദേഖോ मैंने कितनी सारी दीमकें जमा कर ली, നോക്കിയേ ഞാൻ എത്ര ഒരുപാട് ചിതലുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ഇവിടെ നോക്കിയേ. गाड़ी वाले को पक्षी की बात समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं, ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो, पक्षी ने जवाब दिया. गाड़ी वाला ठठाकर हंस पड़ा. उसने कहा, बेवकूफ, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. गाड़ी वाले ने पंख शब्द पर बहुत जोर दिया था. അതായത് ഗാഡി വാലയ്ക്ക് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. वो बोल रहे कि गाड़ी वाले को पक्षी की बात समझ में नहीं आई. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതായത് ഞാനിവിടെ ശരിക്കും ഗാഡി വാലരെ പണിയാൻ എന്തെന്ന് ദീമക്കിനെ വെക്കല് അല്ലേ. ഇപ്പോൾ പക്ഷി പറയാണ്, ഞാനിവിടെ ഒരുപാട് ദീമക്കിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര ദിവസം ഞാൻ നിങ്ങളെ കാത്തേക്കുന്നു. तो उसने सिर्फ इतना कहा, तो मैं क्या करूं, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മറുപടിയാണ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? ഗാഡി വാലയുടെ വായിൽ നിന്ന്. ആര് കേട്ടത്? നമ്മുടെ നൗജവാൻ പക്ഷി. അപ്പൊ നൗജവാൻ പക്ഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഏ മേരി ദീംകൻ ലേലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ. അതായത് നിങ്ങൾ ഈ ചിതലുകളെല്ലാം എടുത്തിട്ട് എൻ്റെ തൂവലുകൾ തിരികെ തന്നാട്ടെ. അതായത് എന്താ, ഏ മേരി ദീംകൻ ലേലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, പക്ഷി ने जवाब दिया. गाड़ी वाला ठठाकर हंस पड़ा. അയ്യോ, ഗാഡി വാലക്ക് എന്താ പറയുക, അത് കേട്ടിട്ട് വല്ലാത്ത ചിരി വന്നു. ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ठठाकर हंसना പറഞ്ഞാൽ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. उसने कहा, എന്നിട്ട് ഗാഡി വാല പറയുകയാണ്, बेवकूफ, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. അതായത് അദ്ദേഹം പറയണേ, നൗജവാൻ പക്ഷി വിഡ്ഢി എന്നാണ് വിളിച്ചത്. വിഡ്ഢി, ഞാൻ ചിതല് കൊടുത്ത് തൂവലുകൾ വാങ്ങും, പക്ഷെ ചിതലുകൾ വാങ്ങി തൂവലുകൾ കൊടുക്കാറില്ല. പറഞ്ഞ ശ്രദ്ധിക്ക, ഞാൻ ചിതല് കൊടുത്ത് തൂവലാണ് വാങ്ങിക്കാറ്, അല്ലാതെ ചിതല് വാങ്ങിയിട്ട് തൂവല് കൊടുക്കാറില്ല. ഗാഡി വാലനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ. ജോർ അതായത് വളരെ, ആ പങ്ക് എന്നുള്ള വാക്കിനെ വളരെ എന്താ പറയുക, വളരെ ശക്തമായിട്ടാണ് ആ പങ്ക് എന്നുള്ള വാക്ക് പറഞ്ഞത്. അതായത് അത് ആരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? നൗജവാൻ പക്ഷി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മണ്ടനായ നൗജവാൻ പക്ഷി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. गाड़ी वाला चला गया, पक्षी चटपटाकर रह गया. एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई. तब उस पक्षी का खून टपक टपक कर जमीन पर बूंदों की लकीर बना रहा था. അതായത് ഒരു ദിവസം പക്ഷി വളരെ, ഗാഡിവാല ചലാകെ, അങ്ങനെ ഗാഡിവാല വണ്ടിക്കാരൻ അവിടുന്ന് പോയി. പക്ഷി ചട്പടാക്കർ രഹ ഗയ, പക്ഷി ആകെ സങ്കടപ്പെട്ടു പോയി. അങ്ങനെ ഒരു സംഭവം വിചാരിക്കാത്തൊരവസ്ഥ. ആദ്യം എന്നുവെച്ചാൽ നൗജവാൻ പക്ഷി വിചാരിച്ചത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ദീമക്കിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പങ്ക് മുഴുവൻ, അതായത് എൻ്റെ തൂവലൊക്കെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ അതിനൊക്കെ എതിരായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. ചട്പട്ടാക്ക റേന എന്ന് പറഞ്ഞാൽ വ്യാകുലപ്പെടുക, സങ്കടപ്പെടുക, വളരെ വറീഡായി നിൽക്കുകയാണ്. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി. പിന്നത്തെ അവസ്ഥ പറഞ്ഞാൽ നമ്മുടെ പക്ഷിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷി ആകെ വളരെ ക്ഷീണിതനായി, വളരെ സങ്കടത്തോടെ, പശ്ചാത്താപം കൊണ്ട് സങ്കടം വന്നു. അതായത് ആലോചിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അല്ലെ, അതായത് അച്ഛൻ പറഞ്ഞ കേട്ടില്ല, ഫ്രണ്ട്സ് പറഞ്ഞ കേട്ടില്ല, പിന്നെ പറക്കുന്നതൊക്കെ മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞ് നിന്ന പക്ഷി, ആ പക്ഷിക്ക് ഇപ്പോൾ നടക്കാൻ കൂടി പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് വന്നത്. അങ്ങനെ പിന്നെ പക്ഷിക്ക് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായത് എന്തായിരുന്നു, ഈ ദീമക്കൊക്കെ കൊടുത്തിട്ട് തൻ്റെ തൂവൽ തിരിച്ചു വാങ്ങിക്കാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൂടി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ പക്ഷി പിന്നെ എന്താണ് ഒരു
ഉള്ള ഹോപ്പ്, അതായത് പ്രതീക്ഷയൊക്കെ നശിച്ചു പോയില്ലേ. പിന്നെ വളരെ ദുഃഖിതനായി അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു പോയി. ഒരു സമയം एक दिन അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई. സാധാരണ ഒരു കാലി ബില്ലി പറഞ്ഞാൽ കരിമ്പൂച്ച, അല്ല കറുത്ത പൂച്ച. സാധാരണ ഒരു പൂച്ച വന്നു കഴിഞ്ഞാൽ പക്ഷി പറന്നു പോകും. പക്ഷേ നമ്മുടെ നൗജവാൻ പക്ഷിക്ക് പറന്നു പോകാൻ പറ്റിയ അവസ്ഥയല്ല, അറ്റ്ലീസ്റ്റ് നടന്നു പോകാൻ പറ്റുന്നൊരവസ്ഥ പോലും അല്ലായിരുന്നു ആ പക്ഷിക്ക്. ആകെ സങ്കടപ്പെട്ട് വളരെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുന്ന ആ പക്ഷിയെ എന്ത് ചെയ്തു? കാലി ബില്ലി അപ്നെ മൂമെ ഉസെ ദബാക്കർ ചലികി, അതായത് തൻ്റെ വായിൽ അമർത്തിക്കൊണ്ട് പക്ഷിയെ പിടിച്ച് വായിലിട്ട് അങ്ങ് പോയി. തബുസ് പക്ഷിക്ക ഖൂൻ, അപ്പോൾ അത് പിടിച്ചപ്പോൾ, അതായത് അതിൻ്റെ വായിൽ, അതായത് ആ പൂച്ചയുടെ വായിൽ നമ്മുടെ പക്ഷി കഴിഞ്ഞു പോയില്ലല്ലോ, പക്ഷി വായിൽ അകപ്പെട്ട സമയത്ത് അതിൻ്റെ ചോരകൾ, രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ആ പോകുന്ന വഴി ജമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാൻ, അതായത് പോകുന്ന വഴിയിൽ രക്തത്തുള്ളികൾ ഒരു വര പോലെ കാണപ്പെട്ടു. ഇവിടെ ഈ കഥയുടെ അവസാനം നൗജവാൻ പക്ഷി അത് വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു നൗജവാൻ പക്ഷി ഒരു കാലി ബില്ലി, അതായത് ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു കാലി ബില്ലി അഥവാ കരിമ്പൂച്ചയ്ക്ക് ഭക്ഷണമാവുകയാണ്. संक्षेप में हम इतना तो कह सकते हैं कि पक्षी और दीमक मुक्तिबोध की कहानी है. कहानी का पक्षी तात्कालिक लाभ के लिए अपना अस्तित्व नष्ट करता है और अंत में खोए हुए अस्तित्व को फिर से पाने की कोशिश करता है और पराजित हो जाता है. यह पक्षी बिना सोचे समझे प्रलोभन में फंस जाने वाले नौजवान का प्रतिनिधि है. അതായത് മുക്തിബോധന്റെ ഈ കഥയിലെ പക്ഷി, അതായത് വളരെ തുച്ഛമായ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം തൻ്റെ അസ്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പക്ഷി, അവസാനം തൻ്റെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് തെറ്റ് മനസ്സിലായപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പരാജിതനാവുകയാണ് നമ്മുടെ പക്ഷി. യാം പക്ഷി, അതായത് ബിനാ സോച്ചെ സംശയ, അതായത് തൻ്റെ ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ചിന്തിക്കാതെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന, അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ കെണിയിൽ അകപ്പെട്ടു പോകുന്ന നവയുവാക്കളുടെ പ്രതീകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ പക്ഷിയോദ്യമക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഡയറി, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. തബ് തക് ധന്യവാദ്, ബൈ ബൈ.